പ്ലസ് വൺ എത്തി. പ്ലസ് വണ്ണിലെ സയൻസിന്റെ കാര്യങ്ങൾ ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നുണ്ടാവും സ്കൂളിൽ, ഏത് സ്കൂളും ആവട്ടെ. പക്ഷേ പ്ലസ് വൺ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസുകാരുടെ കാര്യം എന്താണ്? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? പ്ലസ് വൺ സയൻസ് എത്തിയപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും, സയൻസിലെ കുട്ടികളോട് ഇപ്പോഴും നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടാവും, നിങ്ങളെ കൂടെയുള്ള കുട്ടികൾ പറയുന്നുണ്ടാവും, സയൻസാണ് ഞങ്ങൾക്ക് ശനിയും ഞായറും ട്യൂഷൻ ഉണ്ട്, ഞങ്ങൾ കൂടാനില്ല, ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് കൂടിയാലോ, അല്ലെങ്കിൽ ഇന്നാളെ വീട്ടിൽ കൂടിക്കഴിഞ്ഞാലോ എന്നൊക്കെ പറയുമ്പോൾ അവർ പറയുന്നുണ്ടോ, എടാ ഞങ്ങൾക്ക് ട്യൂഷൻ ഉണ്ടടാ. എന്തേ? അപ്പം നിങ്ങളും സ്റ്റുഡൻസ് അല്ലേ? നിങ്ങൾ ആര് പഠിപ്പിക്കും? നിങ്ങളും പഠിച്ച് മുന്നേറേണ്ടവരല്ലേ? നിങ്ങൾ ആര് പഠിപ്പിക്കും? യെസ്, നിങ്ങളെ പഠിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഒരുങ്ങി പുറപ്പെട്ടുള്ളത്. കാരണം സയൻസിനായിട്ട് ഒരുപാട് ആൾക്കാർ അവരെ പിന്നാലെ കൂടുന്നുണ്ട്. പക്ഷേ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിനായിട്ട് കുട്ടികൾക്ക് എവിടുന്ന് ക്ലാസ് കിട്ടും, എങ്ങനെ പഠിക്കും എന്നൊന്നും ആരും പറഞ്ഞില്ല. സ്കൂളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, ശരിയാണ്, എനിക്കറിയാം, നിങ്ങളെ സ്കൂളിലെ ടീച്ചേഴ്സ് നന്നായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ വേറൊരു ഫോഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, ആ ഒരു പുഷ്, ആ ഒരു പോസിറ്റീവ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, ആ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നത് സയൻസ് എടുത്ത കുട്ടികളാണ് നല്ല കുട്ടികൾ, സയൻസ് എടുത്ത കുട്ടികളൊക്കെ ഫുൾ എ പ്ലസിലേക്കുള്ള കുട്ടികൾ, SSLC ഫുൾ എ പ്ലസ് വാങ്ങിയ കുട്ടികളായിരുന്നു, അവരാണ് അടിപൊളി, ഞങ്ങൾ ഈ സ്കൂളിലെ ഏറ്റവും ലോക്കൽ കുട്ടികളാണ്. തെറ്റായ ധാരണയാണ് നിങ്ങൾ. ആ ധാരണ ആദ്യം മാറ്റി വെച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ തിങ്കളാഴ്ച, അതായത് ജൂലൈ 14 തിങ്കളാഴ്ച, ആ ഒരാഴ്ച, ആ ഒരു 7 days എങ്ങനെ നമ്മൾ പഠിച്ചു തുടങ്ങാം മക്കളെ. നമ്മൾ ഓരോ ആഴ്ചകളും നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. സാധാരണ നമ്മൾ ഒരു ഓണം എക്സാം ഒക്കെ വരുമ്പോഴാണ് സ്റ്റഡി പ്ലാൻ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് വരില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഓരോ ആഴ്ചയിലും നിങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു തോന്നലെങ്കിലും വരിപ്പിക്കും. ആരെങ്കിലൊക്കെ കൂടെ ഉണ്ട് എന്നുള്ള തോന്നൽ വരുമ്പോഴേക്കല്ലടാ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നുള്ളൂ. ഞാനിപ്പോൾ ഇത്രയ്ക്കും അധ്വാനിക്കുന്നത് എനിക്ക് വേണ്ടി എന്നെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു കുടുംബമുണ്ട് എന്നുള്ള ഒരു തോന്നലാണ് ഞാൻ ഈ നിൽക്കുന്നത്. അതുപോലെ നമ്മൾക്ക് ആരെങ്കിലൊക്കെ കൂടെ ഉണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമുക്കൊരു പോസിറ്റിവിറ്റിയിലേക്ക് എത്തുള്ളൂ. ആ പോസിറ്റിവിറ്റിയാണ് നമ്മുടെ എജുപോർട്ട് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞത്. മക്കൾ ഒരു പട്ട തന്നെ നിങ്ങൾക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഈ 7 ദിവസം എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഓരോ ചാപ്റ്ററുകളും ഞങ്ങൾക്കൊന്ന് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ ഫുൾ മാർക്കിലേക്ക് പഠിച്ചു തുടങ്ങാം എന്നുള്ള തലക്കെട്ടിലൂടെ കൂടി മക്കളെ മറക്കരുത്, നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സും. കാരണം നിങ്ങളുടെ ഗ്യാങ്ങിന് സ്കൂളിലെ പ്രിൻസിപ്പാളൊക്കെ ചിലപ്പോൾ കുറ്റം പറയുന്നുണ്ടാവും, ആ ഗ്യാങ്ങിനെ പോലെ ആവരുതെന്ന് മറ്റുള്ള ക്ലാസ്സിൽ പോയി പറയുന്നുണ്ടാവും. ആ ഗ്യാങ്ങിനെയൊക്കെ മുഴുവൻ വിളിച്ചു വന്നോട് മാർക്ക് കാണിച്ചു കൊടുക്കണം. നമുക്ക് ഫസ്റ്റ് ഓണം എക്സാമിന് തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയണം. സ്കൂളിൽ നടത്തുന്ന യൂണിറ്റ് ടെസ്റ്റിൽ നിങ്ങളെ കണ്ടുപഠിക്ക്. അവർ കളിച്ചാലും അവരുടെ പേപ്പറിലെ മാർക്ക് നോക്കിയെന്ന് മറ്റുള്ള ക്ലാസ്സിൽ പോയിട്ട് പ്രിൻസിപ്പാളും മറ്റുള്ള ടീച്ചേഴ്സൊക്കെ നിങ്ങളെ നോക്കി പറയാൻ കഴിയണം. അങ്ങനെ നിങ്ങളെ നോക്കി പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ മക്കളെ, ജൂലൈ 14 നമ്മുടെ ഈ ചാനലിലേക്ക് കൃത്യം 7:30 മണിക്ക് പോരെ നമ്മൾ നിങ്ങളെ സെറ്റാക്കി തരും. ഇത് വെറും വാക്കല്ല, ഇതൊരു വെറും വാക്കല്ല മക്കളെ, നിങ്ങൾക്ക് തരുന്ന ഒരു ഗ്യാരണ്ടിയാണ് എന്നുണ്ടെങ്കിൽ പറയാം. നമ്മൾ വാറണ്ടിയൊക്കെ സാധനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. വാറണ്ടി എന്ന് പറയുമ്പോൾ ഒരു സാധനങ്ങൾ കേടുപാടി പറ്റിക്കഴിഞ്ഞാൽ അത് കംപ്ലൈൻറ്റ് മാറ്റി കൊടുക്കലാണ്. പക്ഷെ നമ്മൾ തരുന്നത് നിങ്ങൾക്ക് വാറണ്ടി അല്ല, കംപ്ലൈൻറ്റ് നന്നാക്കി കൊടുക്കലല്ല, കേടാണെങ്കിൽ അത് മാറ്റി കൊടുക്കുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ് തരുന്നത്. അതായത് നിങ്ങൾക്ക് ഉറപ്പിക്കാം, നമ്മുടെ ക്ലാസ് എവിടെയെങ്കിലും മോശമാണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ അടിമുടി മാറ്റും. അതാണ് ഗ്യാരണ്ടി. സെറ്റല്ലേ? നിങ്ങൾ റെഡി ആയിരുന്നോ? അപ്പോൾ മറക്കണ്ട, ജൂലൈ 14 കൃത്യം 7:30 നമ്മുടെ ഈ +1 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് പോലെ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളവർ വേഗം ചെയ്തിട്ടുള്ളൂ. അത് നിങ്ങളോട് പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. സെറ്റ് മക്കൾ, അന്ന് കാണാം നമുക്ക്. ബൈ. നെഞ്ചിൽ നിന്ന് ഒരു കിടിലൻ ഉമ്മ. ബൈ.